അവിടെ കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്ന അഭിപ്രായ ഭിന്നത ഇതിലിപ്പോൾ പ്രതിപക്ഷം വളരെ കൃത്യമായി ഈ വിഷയത്തെ ആയുധമാക്കുന്നുണ്ടല്ലോ അരുൺ. അത് പ്രേക്ഷകരോട് വളരെ കൃത്യമായി തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം എന്നത് അതായത് ഈ നികുതി ഘടന മാറ്റുന്നു എന്ന് പറയുമ്പോൾ നികുതി കുറയ്ക്കുകയാണ് ചെയ്തത്. അതാണ് അരുൺ റിപ്പോർട്ട് ചെയ്തതുപോലെ 250% നികുതി ആയിരുന്നുവെങ്കിൽ അത് 120%-ലേക്കും 175%-ലേക്കും കുറയുന്നു എന്ന് പറയുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് മദ്യം വിപണിയിലേക്ക് എത്തിക്കാൻ ഈ കമ്പനികൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മദ്യം സുലഭമാകുന്ന സാഹചര്യം ഉണ്ടാകും. മദ്യം യുവാക്കളെ അടക്കം കൂടുതൽ ആകർഷിക്കും. അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അരുൺ, ഇതിൽ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലടക്കം ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിമർശനം എന്നത് മുഖ്യമന്ത്രിയാണ് പല വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്നത്. പല വകുപ്പുകളെയും മുഖ്യമന്ത്രിയുടെ ഒരു സാന്നിധ്യം എന്നത് പ്രതിസന്ധിയിലാക്കുന്നു. അന്തിമമായ തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഘടകകക്ഷികൾക്കടക്കം നൽകിയിട്ടുള്ള വകുപ്പുകളിൽ മുഖ്യമന്ത്രി കൈവയ്ക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നേരിട്ട വിമർശനമാണ്. ഇപ്പോഴിതാ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എക്സൈസ് വകുപ്പിനെ നയപരമായി എടുക്കേണ്ട തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ മേലാണ് മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയാണ് തീരുമാനമെടുക്കുന്നത് എന്ന തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നത്. ലിജു അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണുന്നുവെങ്കിൽ അത് കൃത്യമായി ലിജുവിൻ്റെ വകുപ്പിനുള്ള അതൃപ്തി അറിയിക്കുന്നതിന് കൂടിയാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് വി.ഡി. സതീശൻ പോകുമോ എന്നൊരു സംശയം സ്വാഭാവികമായും മറ്റു വകുപ്പുകളിലെ മന്ത്രിമാർക്കുണ്ടാകാൻ പോവുകയല്ലേ. ഇപ്പോൾ PM ശ്രീ പോലെയുള്ള വിഷയത്തിലടക്കം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉള്ള നിലപാടിൽ നിന്ന് മലക്കം മറിയുകയാണ് ചെയ്യുന്നത് എന്നത് നമുക്കറിയാം. ആ പദ്ധതിയിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല എന്നതാണ്. അതുകൊണ്ടാണ് അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറയുന്ന ലീഗ് നേതാക്കൾക്കടക്കം ഇതിൽ നിന്ന് പിന്തിരിയേണ്ടി വരുന്നത്. അഭിലാഷ്, ലിജുവിന് ഇതിൽ അതൃപ്തിയുണ്ട്. കോൺഗ്രസിൽ മറ്റ് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസിലുള്ള സുധീരടക്കം നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾക്കും അതൃപ്തി വന്നേക്കാം. പക്ഷേ ഇവിടെ വി.ഡി. സതീശൻ്റെ ഭാഗത്ത് ഒരു ശരിയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം സാങ്കേതികമായി ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നതിന് പറഞ്ഞു നിൽക്കാൻ കഴിയും. അതിന് കാരണം നികുതി എന്നുള്ളത്, ടാക്സസ് എന്നുള്ളത്, പ്രത്യേകിച്ചും മദ്യത്തിലെ നികുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി.ഡി. സതീശനാണ്. മദ്യ നികുതി തീരുമാനിക്കുന്ന ടാക്സസ് വകുപ്പും വി.ഡി. സതീശൻ്റെ കൈവശമാണ്. സ്വാഭാവികമായും അദ്ദേഹം തൻ്റെ കൈവശമുള്ള ഒരു വകുപ്പിൻ്റെ അധികാരം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാം. എക്സൈസ് വകുപ്പ് മന്ത്രിയുമായും വകുപ്പുമായി കൂടി ആലോചിക്കണം. കാരണം എക്സൈസിൻ്റെ ഒരു ഉൽപ്പന്നത്തിനാണ്, അല്ലെങ്കിൽ എക്സൈസ് നൽകേണ്ട ഒരു നയപരമായ അനുമതിക്ക് കൂടിയാണ്, അതിൻ്റെ ഭാഗമായുള്ള തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി അത്തരമൊരു നികുതി ഏർപ്പെടുത്തിയത്. പക്ഷേ നികുതി വകുപ്പ് മുഖ്യമന്ത്രിക്കാണ്. ആ നികുതി വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് താൻ അത് മാത്രമാണ് ചെയ്തതെന്ന് വേണമെങ്കിൽ വി.ഡി. സതീശനെ ന്യായീകരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അത്തരമൊരു വീഴ്ച ആരോപിക്കാൻ പ്രത്യക്ഷത്തിൽ ലിജുവിനും കഴിയില്ല. പക്ഷേ ഈ എക്സൈസ് വകുപ്പിൻ്റെ കാര്യമാണ് ഈ മദ്യത്തിന് അനുമതി നൽകുന്നതടക്കമുള്ള. വി.ഡി. സതീശൻ ടാക്സ് നിശ്ചയിച്ചാൽ മാത്രം ഈ മദ്യം ഇവിടെ വിറ്റുകൊള്ളണമെന്നില്ല. കാരണം നിരവധി കടമ്പകൾ വീണ്ടും ഈ മദ്യത്തിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കണമെങ്കിൽ ഉണ്ടാകേണ്ടതുണ്ട്. പല അനുമതികളും നൽകേണ്ടത് ഈ എക്സൈസ് വകുപ്പാണ്. എക്സൈസ് വകുപ്പിൻ്റെ അനുമതിയില്ലാതെ, എക്സൈസ് വകുപ്പിൻ്റെ നിരാക്ഷേപ പത്രമില്ലാതെ ഇവിടെ ഒരു മദ്യ വ്യവസായം തുടങ്ങാൻ കഴിയില്ല. അവിടെയാണ് ലിജുവിൻ്റെ റോൾ ഉള്ളത്. അതുകൊണ്ട് കൂടിയാണ് ലിജു അതിൽ അതൃപ്തി വ്യക്തമാക്കുന്നത്. തൻ്റെ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരം ഒരു ബജറ്റ് നിർദ്ദേശമുണ്ടായത്. നികുതി തീരുമാനിക്കാനുള്ള അവകാശം, അധികാരം നികുതി വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയായ വി.ഡി. സതീശൻ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അവിടെ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളുടെ ഉൾപ്പെടുന്ന വിഷയങ്ങളാകുമ്പോൾ അവിടെ മുഖ്യമന്ത്രി അവരുടെ കൂടി അഭിപ്രായം തേടേണ്ടത്, അവരെ കൂടി കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിന് പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ PMC വിഷയത്തിലടക്കം അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് PMC കരാറിൽ ഒപ്പിട്ടു. PMC മാത്രമല്ല, പല വിഷയങ്ങളും അന്നത്തെ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ കൈകടത്തുന്നു എന്ന ആരോപണം CPI അടക്കം ഉണ്ടായിരുന്നു. അതേ ആരോപണം UDF ഉന്നയിക്കുന്നുണ്ട്. അതേ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ചോദ്യവും പ്രസക്തമാണ്. അത് എക്സൈസ് വകുപ്പിൻ്റെ തീരുമാനത്തിൽ ടാക്സ് എന്ന ഒരു സാങ്കേതിക ന്യായം മാത്രം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ല. അവിടെ ഒരു അനധികൃത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എക്സൈസ് മന്ത്രി അക്കാര്യം അറിയിക്കുകയും ചെയ്യണമായിരുന്നു. അതുണ്ടായില്ല എന്നത് വസ്തുതയാണ്. അത് എക്സൈസ് മന്ത്രി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ ഈ മന്ത്രിസഭയുടെ ഉത്തരവാദിത്തത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായി ഇതിനകം മാറുന്നത്. ഏതായാലും എങ്ങനെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ UDF വലിയ ആശയക്കുഴപ്പമുണ്ട്. വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതിന് പിന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല. പ്രത്യേകിച്ച് ഈ ബജറ്റിൽ സംസ്ഥാനത്തിന് കുറഞ്ഞ നികുതിയെങ്കിലും കിട്ടി ആ വഴിയിലെങ്കിലും വരുമാനത്തിനുള്ള മാർഗമാണ് ഇത്. അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, വീര്യം കുറഞ്ഞ മദ്യം
ഉത്പാദിപ്പിക്കാൻ അനുമതി നൽകാം. അനുമതി നൽകുമ്പോൾ എന്തിന് നികുതി കുറച്ചു? എന്തുകൊണ്ട് ഈ ഒരു ഇങ്ങനെ കമ്പനികൾ വരുമ്പോൾ അവർക്ക് ഇപ്പോൾ വിദേശ മദ്യത്തിനുള്ള 42% വീര്യമുള്ള വിദേശ മദ്യം വിൽക്കുമ്പോൾ നൽകുന്ന 251% നികുതി കട തന്നെ പോരെ? എന്തിന് ഇവിടെ നികുതി കുറച്ചു കൊടുത്തു എന്ന ചോദ്യത്തിനാകും വി.ഡി. സതീശൻ മറുപടി പറയേണ്ടി വരിക. അത് സ്വാഭാവികം പ്രതിപക്ഷം ആരോപിക്കാൻ പോകുന്നത് അത് കമ്പനിക്ക് വേണ്ടിയാണ്, ബെക്കാഡി പോലുള്ള ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അവിടെ അഴിമതിയുടെ ഗന്ധമുണ്ടെന്ന ആരോപണമാകാം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് കോൺഗ്രസിനുള്ളിൽ അത്ര എളുപ്പമല്ല ഈ പദ്ധതി മുന്നോട്ട് പോകാൻ. സമസ്ത ശക്തമായ നിലപാടിന്ന് അവരുടെ മുഖപത്രത്തിൽ മുഖപ്രസംഗത്തിലൂടെ സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. KCBC കഴിഞ്ഞ ദിവസം LDF-ന്റെ അതേ നയം തന്നെയാണോ, മദ്യം ഒഴുക്കാൻ തന്നെയാണോ കോൺഗ്രസിന് തീരുമാനമെന്ന ചോദ്യമുണ്ട്. UDF-ന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിന് ഈ സാമുദായിക ശക്തികളൊക്കെ വലിയ സംഭാവന നൽകിയവരാണ്. തീർച്ചയായും അതാണല്ലോ അരുൺ നേരത്തെ സൂചിപ്പിച്ചു വെച്ച ഒന്നാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒന്നുകൂടിയായിരുന്നു ഈ മദ്യനയം എന്നത്. അവിടെയായിരുന്നു VM സുധീരനെ പോലെയുള്ള നേതാക്കൾ സ്വീകരിച്ച നിലപാട്. നമുക്ക് ഓർമ്മയുണ്ട്, 418 ബാറുകൾക്കാണ് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ലൈസൻസ് പുതുക്കി നൽകാതിരുന്നത്. അതായത് മദ്യനിരോധനം എന്നതിലേക്ക് ഘട്ടം ഘട്ടമായി എത്തുക എന്നതാണ് പ്രഖ്യാപിതമായ നയം എന്നതായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചത്. അത് ഒരു തരത്തിലെങ്കിലും കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹത്തെ തുടർന്നായിരിക്കാം. എന്നാൽ പിന്നീട് വന്ന ഇടത് സർക്കാർ, അവിടെ ഇടത് സർക്കാരും സ്വീകരിച്ച നിലപാട് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരുന്നു എന്നതാണ്. അതേ ഇടതുപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്തെത്തുമ്പോഴാണ് മദ്യ ഉൽപ്പാദനത്തെ വിമർശിക്കുന്നത് എന്നതും വസ്തുതയാണ്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് മാറ്റം അത് കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തി ശക്തമാക്കുവാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ സുധീരൻ മാത്രമാണോ അല്ലെങ്കിൽ സുധീരനെ പോലെയുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഈ നിലപാട് ശക്തിപ്പെടുത്തുന്നത് എന്ന് പറയാൻ സാധിക്കുമോ അരുൺ? അഭിലാഷ്, മദ്യ വർജനം എന്ന നയം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഇടതു സർക്കാർ ചരിത്രത്തില്ലാത്ത തരത്തിലുള്ള ബാറുകൾ അനുവദിച്ചത്. ബെവ്കോ ഔട്ട്ലെറ്റുകൾ, കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ പുതുതായി തുറന്നത്. ആ സർക്കാർ അവർ അധികാരത്തിൽ മാറി പ്രതിഷേധത്തിലെത്തുമ്പോൾ അവർ മദ്യ നയത്തെ എതിർക്കുകയല്ല, ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനം എതിർക്കുകയാണ്, നികുതി തീരുമാനിച്ചതിലാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്. പക്ഷേ ഈ കോൺഗ്രസിലുള്ള എതിർപ്പ് നികുതിയിൽ മാത്രമല്ല, നികുതി തീരുമാനിച്ചത് മാത്രമല്ല. VM സുധീരനെ പോലെ നേതാക്കൾ പറയുന്നത് വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് UDF-ന്റെ നയത്തിന് വിരുദ്ധമാണ്. അതാണ് പ്രശ്നം. അഭിലാഷ് ചോദിച്ച പോലെ കഴിഞ്ഞ 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പതനത്തിനിടയാക്കിയ ബാർ കോഴ വിവാദം, അന്ന് KPC അധ്യക്ഷനായ VM സുധീരൻ ഏറ്റവും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഈ ബാർ കോഴ മദ്യക്കോഴ ആരോപണം ഉയർത്തിവിട്ടത് VM സുധീരനാണ്. അന്ന് K ബാബുവിന് സീറ്റ് നൽകരുന്ന കടുത്ത നിലപാടെടുത്തത് VM സുധീരനാണ്. ആ സർക്കാരിന്റെ പതനത്തിലേക്കും ഇടതു മുന്നിൽ തിരിച്ചുവരവിലേക്കും വഴി തുറന്ന സുധീരന്റെ നിലപാടെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം പലരും തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ കത്തുകൂടി പ്രസക്തമാണ്. UDF-ന്റെ പ്രകടന പത്രികയിൽ പറയാത്ത കാര്യം എന്തിന് തീരുമാനമെടുക്കുന്നു, എന്തിന് അത്ര നീക്കം നടത്തുന്നു എന്ന ചോദ്യമാണ് സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ലിജുവിന് കടുത്ത എതിർപ്പുണ്ട്. കൂടുതൽ നേതാക്കൾ ഈ വിഷയത്തിൽ വൈകാതെ പ്രതികരണവുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖല ജയിച്ചു വന്ന MLA-മാർ, പലരും മന്ത്രിമാരാണ്, അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി, ഈ നിർദ്ദേശം ഒരു കാരണവശാലും മുന്നോട്ട് പോകരുതെന്നാണ് V.D. സതീശൻ നൽകിയ കത്തിൽ VM സുധീരൻ ആവശ്യപ്പെട്ടത്. പിൻവലിച്ചേ മതിയാകൂ എന്ന കടുത്ത നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 1/6 അതായത് ജൂൺ 1-ാം തീയതി തന്നെ ഒരു കത്ത് അദ്ദേഹം നൽകിയിരുന്നു. പിണറായി സർക്കാരിൻ്റെ കാലത്തെ മദ്യനയം തുടരരുത്, അതിൽ മാറ്റം വേണം, അങ്ങനെ ഒരു നിർദ്ദേശം V.D. സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണച്ച VM സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന ഇടയിലാണ് മദ്യനയത്തിന്, ആദ്യം മദ്യനയത്തിന് ആരും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം, വിസ്മയകരമായി UDF-ന് വിശേഷിപ്പിക്കാവുന്ന തീരുമാനം V.D. സതീശൻ കൊണ്ടുവന്നത്. അതാണ് ഈ ചോദ്യം ചെയ്യപ്പെടുകയും കോൺഗ്രസിനുള്ളിൽ പോലും അത് അസംതൃപ്തിക്ക് കാരണമാക്കിയിട്ടുമുള്ളത്. തീർച്ചയായും ബജറ്റിലെ മദ്യവുമായി ബന്ധപ്പെട്ട്, അതായത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് നികുതി ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ആണ് ബജറ്റിൽ ഉണ്ടായത്. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അടക്കം ഒരു പക്ഷേ ഇത്തരം വിവാദങ്ങൾ കൂടുതൽ നുരഞ്ഞു പൊങ്ങുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു സർക്കാർ ആണ് മദ്യം ഉൽപ്പാദിപ്പിക്കുക, മദ്യം വിതരണം ചെയ്യുക, മദ്യത്തിൻ്റെ വില നിശ്ചയിക്കുക, അതിൻ്റെ നികുതി എത്രയെന്ന് തീരുമാനിക്കുക. ഇതിനൊക്കെയുള്ള
അവകാശം എന്നത് സർക്കാരിനാണ്. അത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. പക്ഷേ സാധാരണ നിലയിൽ അത് എക്സൈസ് വകുപ്പുമൊക്കെയായി കൂടി ആലോചിച്ചുകൊണ്ടാണ് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താറുള്ളത്. പക്ഷേ ഇവിടെ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ ആണ് നികുതി ഘടനയിലെ മാറ്റം പ്രഖ്യാപിച്ചത്. അതാണിപ്പോൾ വലിയ തോതിൽ വിമർശനത്തിന് വഴിവെച്ചിട്ടുള്ളത്. അതേസമയം സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അവകാശവാദം എന്നത് ഈ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ ഉള്ള മദ്യം എന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്, പഴവർഗ്ഗങ്ങളിൽ നിന്നാണ്, ധാന്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ കർഷകർക്ക് അത് ഗുണം ചെയ്യും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിന് അത് ഇടയാക്കും എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. മറ്റൊന്ന്, ടൂറിസം മേഖലയെ നിലനിർത്തണമെങ്കിൽ ഇത്തരം മദ്യത്തിൻ്റെ ഉപയോഗം അനിവാര്യമാണ് എന്ന് പറയുന്നു. മറ്റൊരു നിരീക്ഷണം എന്നത് വീര്യം കൂടിയ മദ്യ ഉപഭോഗത്തിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യ ഉപഭോഗത്തിലേക്ക് ആളുകൾ എത്തും. അങ്ങനെ മദ്യത്തിൻ്റെ ഒരു തീവ്രത ആളുകളുടെ ഉപയോഗത്തിലടക്കം കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ സർക്കാരിനുണ്ട് എന്നിരിക്കെ തന്നെയാണ് ഈ വിവാദം നുരഞ്ഞു പൊങ്ങുന്നത് എന്നതുകൂടിയാണ് പറയേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. ഇനി